സുനിൽ വോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാന സേവകൻ ശ്രീ നരേന്ദ്രഭായ് മോദിജി ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി എത്തുന്നു. മെയ് 30 വൈകിട്ട് 4:45 പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിച്ചേരും. ധ്യാനത്തിന് ശേഷം ജൂൺ 1 വൈകിട്ടോടെ തിരുവനന്തപുരം വഴി ഡൽഹിക്ക് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത് ആദ്യമായിട്ടാണ്. 2019 ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ പ്രധാനമന്ത്രി ധ്യാനം ഇരുന്നിട്ടുണ്ട്. അതും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചായിരുന്നു. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിൽ 1970 വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ചത്. മെയ് 30 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നും പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം എത്തിച്ചേരും. കരയിൽ നിന്ന് 500 മീറ്ററോളം അകലെയാണ് വിവേകാനന്ദ പാറ. കന്യാകുമാരി ദേവിയുടെ പാദ മുദ്ര പണിഞ്ഞ പാറയാണ് ഇതെന്നാണ് സങ്കല്പം. ധ്യാന മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. പൊതുജനങ്ങളും ഇവിടെ ധ്യാനമിരിക്കാറുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല. വിവേകാനന്ദ പാറയിലെ മണ്ഡപത്തിന് ശ്രീപാദ മണ്ഡപം, ധ്യാന മണ്ഡപം, സഭാമണ്ഡപം എന്നീ ഭാഗങ്ങൾ കൂടിയുണ്ട്. ധ്യാന മണ്ഡപത്തിൽ ഓങ്കാര രൂപത്തിലുള്ള ധ്യാനമുറിയും വശങ്ങളിൽ 6 മുറികളുമുണ്ട്. സഭാമണ്ഡപത്തിൽ വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമയും ഒരു വരാന്തയും തുറന്ന മുറിയുമുണ്ട്. ശ്രീപാദ മണ്ഡപത്തിൽ ഗർഭഗൃഹം, അകത്തും പുറത്തുമുള്ള ഹാൾ എന്നിവയാണ് ഉള്ളത്. ഇവിടെ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ഛായാചിത്രങ്ങളുമുണ്ട്. തൊട്ടടുത്തുള്ള പാറയിൽ 133 അടിയുള്ള തിരുവള്ളുവരുടെ പ്രതിമയുമുണ്ട്. തമിഴിലെ പ്രശസ്ത കവിയാണ് തിരുവള്ളുവർ. അതുപോലെ തിരുക്കുറളിൻ്റെ കർത്താവുമാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുനെൽവേലി DIയുടെ മേൽനോട്ടത്തിൽ കന്യാകുമാരി SP-ക്കാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ളത്. അതുപോലെ 2000-ഓളം പോലീസുകാരും കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അതായത് SPGയുടെ സംഘവും കന്യാകുമാരിയിൽ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. ധ്യാനത്തിന് ശേഷം ജൂൺ 1 വൈകിട്ട് അദ്ദേഹം തിരുവനന്തപുരം വഴിയാണ് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രഭായ് മോദിജി കന്യാകുമാരിയിൽ, ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പായിട്ടുള്ള കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. കരയിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അകലെയാണ് വിവേകാനന്ദ പാറയുള്ളത്. അവിടെ സന്ദർശിച്ചവർക്ക് ഈ വസ്തുത അറിയാൻ സാധിക്കും. 2019 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ ധ്യാനം ഇരുന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ആദ്യമായിട്ടാണ് ധ്യാനമിരിക്കുന്നത്.
ഭാരതത്തിൻ്റെ മഹാസന്യാസി വര്യനായിട്ടുള്ള വിവേകാനന്ദ സ്വാമി ഭജനമിരുന്ന ധ്യാനമിരുന്ന പാറയാണ് വിവേകാനന്ദ പാറ. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.